എൻ്റെ പേര് ആതിര. ഞാൻ വരുന്നത് തൃശ്ശൂർ പാവറട്ടി ഇടവകയിൽ നിന്നാണ്. എനിക്ക് അമ്മ മാതാവ് നൽകിയ ഒരു വലിയ സാക്ഷ്യം ഞാനിവിടെ പറയാനാണ് വന്നിരിക്കുന്നത്. ഞാൻ 10 വർഷത്തോളമായി ഞാൻ ജർമ്മനിയിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നു മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യാനൊക്കെ നോക്കി, ഏജൻസിയിലോട്ട് കോൺടാക്റ്റ് ചെയ്തു. എല്ലാ ഏജൻസിയും പറയുന്നു നിനക്ക് ഏജ് ഓവറാണ്, പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കലും നിനക്ക് കിട്ടില്ല, ഏജ് ഓവർ ആയുള്ളവരെ എടുക്കില്ല. എനിക്ക് 10 വർഷത്തെ ഇയർ ഗ്യാപ്പ് ഉണ്ട്. 10 വർഷത്തെ ഇയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ഇയർ ഗ്യാപ്പാണ്. ഒരിക്കലും പബ്ലിക് യൂണിവേഴ്സിറ്റി അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഞങ്ങൾക്ക് ഒരിക്കലും നിന്നെ എടുക്കാൻ പറ്റില്ല എന്ന് എല്ലാ ഏജൻസിയും എന്നെ അവോയ്ഡ് ചെയ്തു. അവരെല്ലാവരും പറഞ്ഞു പറ്റില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സിസ്റ്റർ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാനൊരു ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്തു. നമ്മുടെ എറണാകുളത്തുള്ളൊരു ഏജൻസിയാണ്. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും വിസ കിട്ടണം, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കാരണവശാലും വിസ കിട്ടാൻ ചാൻസ് ഇല്ല. 10 വർഷത്തെ ഇയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് അതൊരു ലോങ് ഗ്യാപ്പാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പഠിച്ചിരുന്ന ഫീൽഡിലല്ല ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല, എന്നാൽ നിങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങൾ വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് റിക്വസ്റ്റ് കൊടുക്കാം, കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് അവർ തന്നത്. 3 യൂണിവേഴ്സിറ്റിക്കും ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. 3 യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ 2 യൂണിവേഴ്സിറ്റിയും എന്നെ 1 വീക്കിനുള്ളിൽ എന്നെ റിജക്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് പേടിയായി, ഇനി അവസാനം ഒരു യൂണിവേഴ്സിറ്റിയും കൂടി ഉള്ളൂ. അപ്പം തന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി ജനുവരി 8, 2025 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ എൻ്റെ പേരിൽ തന്നെയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ വന്നു. ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും കാലത്ത് 5:30 എണീറ്റ് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിച്ചു. എന്നും ഞങ്ങൾ കുരിശ് വരയ്ക്കും, പ്രാർത്ഥന എത്തിക്കും. എപ്പോഴും എല്ലാ പ്രാർത്ഥനയുടെ ഇടയിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിക്കും. ഉപ്പ് എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞാലും ഞങ്ങൾ ഉപ്പ് വായിൽ വയ്ക്കും. തേൻ എന്നും എല്ലാ ദിവസവും തേൻ കൊടുക്കും. അതൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫണ്ട് റെഡിയാക്കണം. ഫണ്ട് റെഡിയാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് സമയമാണ് അവർ തന്നുള്ളൂ. അപ്പോഴേക്കും ഏജൻസി VFSൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തു. ഫെബ്രുവരി 14 അവർ VFSൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തത്. ഈ വർഷം ഫെബ്രുവരി 14 ഞങ്ങൾക്ക് ആ സമയമാകുമ്പോഴേക്കും പെട്ടെന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വീണ്ടും ഫെബ്രുവരി 3 ഞാനും അമ്മയും കൂടി വീണ്ടും ഇവിടെ വന്നു. ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. മാതാവ് ഞങ്ങൾക്ക് കാശാക്കാൻ ഇതുവരെ ഒരു വഴി തെളിഞ്ഞിട്ടില്ല. ഞങ്ങൾ ലോണിനൊക്കെ കൊടുത്തു. ലോണൊന്നും ആ സമയമാകൊണ്ട് സാങ്ഷൻ ആവില്ല എന്നവർ പറഞ്ഞു. പെട്ടെന്ന് തന്നെ സാങ്ഷൻ ആവുന്ന വേറെ വഴികളൊന്നും ഇല്ല. പിന്നെ ആകെയുള്ളത് നമ്മൾ കുറച്ച് ഗോൾഡ് മാത്രം വെക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എങ്ങനെയും ഫണ്ട് റെഡിയാക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഈ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവ് ഇവിടുന്ന് മനസ്സിലിരുന്ന് പറഞ്ഞു എന്നോട് ഫെബ്രുവരി 27 അവരോട് അപ്പോയിൻമെൻറ്റ് എടുത്ത് തരാൻ പറയും. VFS അപ്പോയിൻമെൻറ്റ് 27 എന്നുള്ള ഡേറ്റാണ് എന്നോട് പറയുന്നത് മാതാവ്. ഞാൻ അപ്പം തന്നെ ഇവിടെ ഇരുന്നിട്ട് ഏജൻസിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് 27 പറഞ്ഞ ഡേറ്റിന് മതി അപ്പോയിൻമെൻറ്റ്, 14 നോക്കണ്ട, നിങ്ങളൊരു 27 ഡേറ്റ് കിട്ടുമെന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 27 ഡേറ്റ് ഓപ്പൺ ആയിട്ടില്ല, ഞങ്ങൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അമ്മ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിന് കയറിയപ്പോൾ ബസ്സിലിരുന്നപ്പോഴേക്ക് ഏജൻസി ഞങ്ങൾ വിളിച്ച് പറഞ്ഞു 27 ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് 27 ഡേറ്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി. ഇത്രയും പെട്ടെന്ന് തന്നെ ഡേറ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് ആ ഡേറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി 27 ആകുമ്പോഴേക്കും ഞങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്തു. ഒരുപാട് പേരുടെ നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്തത്. ലാസ്റ്റ് കാരണം നമുക്ക് ലോൺ ചെറിയ സമയത്തിനുള്ളിൽ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഫെബ്രുവരി 25 നമ്മൾ ഫൈനലായിട്ട് എല്ലാ ഫണ്ടും കൂടി നമ്മൾ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 27 അപ്പോയിൻമെൻറ്റിന് പോണേക്കാട്ടും മുമ്പ് ഈ ഫണ്ടൊക്കെ അവിടുത്തെ അക്കൗണ്ടിൽ ജർമ്മനിയിലെ അക്കൗണ്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്തായാലും എംബസിയിൽ കാണിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ പ്രൂഫ്. അതില്ലെങ്കിൽ വിസ റിജക്ഷനാണ്. അപ്പോൾ നമുക്ക് 25 ഞങ്ങൾ എല്ലാ ഫണ്ട്സും കൂടി അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ബാങ്കിലുള്ളവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, CDM യൂസ് ചെയ്യും. CDM എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാശ് അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു വലിയ ഫണ്ട്സാണ്, നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇല്ല കുഴപ്പമില്ല,
ഫണ്ട്സ് പെട്ടെന്ന് കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ CDM യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ട്രാൻസാക്ഷൻ ടൈംഡ് ഔട്ടായി. ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റിലാണ് ഞങ്ങളവിടെ പോയത്. 3 മണി നേരത്തായിരുന്നു അവർക്ക് ഫൈനൽ ടൈം പറഞ്ഞു. 3 മണി നേരമായിരുന്നു. ഞങ്ങൾ 2 മണിയാകുമ്പോഴേക്കും ഇട്ടുകൊണ്ടിരിക്കുന്ന ഫണ്ട്സ് അവിടെ ബ്ലോക്കായി പോയി. CDM ഫണ്ട് ബ്ലോക്കായി. ഞങ്ങൾക്ക് കാശ് എടുക്കാൻ പറ്റാണ്ടായി. പിന്നെ 3 മണി വരെ അവർ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നമുക്ക് കാശ് റെഡിയാക്കി എങ്ങനെയും ഇടണം. ഫണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറേ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് എല്ലാവരും മാറി മാറി ഞങ്ങൾ വിളിച്ചു. അവർ പറഞ്ഞു 5 to 6 ബിസിനസ് ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമ്മളെല്ലാ വഴിയും മാർഗം നോക്കിയിട്ടാണ് ഞങ്ങൾ ആ ഫണ്ട് അറേഞ്ച് ചെയ്തത്. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് വീണ്ടും ഫണ്ട് റെഡിയാക്കി ഫണ്ട് അറേഞ്ച് ചെയ്ത് 1 അവറിനുള്ളിൽ. അപ്പോഴേക്കും സമയം 4 മണിയായി. സാധാരണ 3 മണി വരെയുള്ള ബാങ്ക് എടുക്കുന്നത്. ആക്സെപ്റ്റൻസ് 3 മണി വരെയുള്ളൂ. 3 മണിക്കുള്ളിൽ അടച്ചാൽ മാത്രമാണ് അവിടെ ജർമ്മനിയിലെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുള്ളൂ. പിറ്റേ ദിവസം ശിവരാത്രി ആയിരുന്നു. February 26 പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ അന്ന് ഫണ്ട് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കില്ല എന്ന് ഓൾറെഡി ബാങ്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് 4 മണിക്ക് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്ന് അപ്പോഴും ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഫണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറാൻ. കാരണം 27-ാം തീയതി ഉച്ചയ്ക്ക് 1:30 എനിക്ക് VFS അപ്പോയിൻമെൻറ്റ്. ഉച്ചയ്ക്ക് 1:30 VFS അപ്പോയിൻമെൻറ്റിൽ കയറുമ്പോൾ എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ജർമ്മനിയിലെ അക്കൗണ്ടിൽ എത്തിയിരിക്കണം. അത് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. 1:30 ആയിട്ടും എൻ്റെ VFS അപ്പോയിൻമെൻറ്റ് ഞാൻ കയറിയിട്ടും എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. എല്ലാവരും വണ്ടിയിലിരുന്ന് മാറി മാറി പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും മാറി മാറി പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരുന്നു. ഒരു കയ്യിൽ മാതാവിൻ്റെ കാശുരൂപവും കൊന്തയും VFSലെ ഡോക്യുമെൻറ്റ്സിലും എല്ലാത്തിലും ഞങ്ങൾ എല്ലാത്തിലും മാറി മാറി ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് അങ്ങ് പറഞ്ഞ ഡേറ്റിനാണ് ഞങ്ങൾ VFS അപ്പോയിൻമെൻറ്റ് എടുത്തത് 27. ഇതുവരെയായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ കാശ് അടച്ചു, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഇത് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും വിസ റിജക്ഷനാണ്. ഏജൻസി പറഞ്ഞു നിങ്ങൾ പോകണ്ട, 1:30 ആയി സമയം, നിങ്ങൾ പോകണ്ട, നിങ്ങൾ വെറുതെ VFSൻ്റെ കാശ് കളയാൻ വേണ്ടിയാണ് പോകുന്നത്. ഒന്നാമത്തത് നിങ്ങൾക്ക് ഏജ് ഓവറാണ്, പിന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. ഈ ഫിനാൻഷ്യൽ പ്രൂഫ് ഇല്ലാത്ത ഒരു ഇതും എംബസി ആക്സെപ്റ്റ് ചെയ്യില്ല. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് VFSൻ്റെ. അതവിടെ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ 1:30 അവിടെ കയറി, അവർ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. 1:45 ആയപ്പോഴാണ് എൻ്റെ ടോക്കൺ വിളിച്ചത്. 1:45 ആയപ്പോൾ ഞാൻ ടോക്കണിൻ്റെ എൻ്റെ കൗണ്ടറിലോട്ട് കയറി അവർക്ക് ഡോക്യുമെൻറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ഏജൻസിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് എടുത്ത് പ്രിൻ്റ് ഔട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അപ്പം ഞങ്ങളത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് കൗണ്ടറിലിരിക്കുന്ന ആളോട് പറഞ്ഞു, ഒരു സെക്കൻഡ് ഞങ്ങളിപ്പോൾ പോയി പ്രിൻ്റ് എടുത്ത് വരാം എന്ന് പറഞ്ഞു. അപ്പം തന്നെ പ്രിൻ്റ് എടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അങ്ങനെ 1 വീക്കിനുള്ളിൽ എനിക്ക് വിസ അപ്രൂവൽ കിട്ടി. എല്ലാവരും പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾക്ക് വിസ കിട്ടില്ല, റിജക്റ്റ് ആവുള്ളൂ, ഇയർ ഗ്യാപ്പ് പ്രശ്നം, ഏജ് ഓവറായി, എല്ലാം കാരണം കൊണ്ട് എനിക്ക് വിസ റിജക്റ്റ് ആവുമെന്ന് പറഞ്ഞവർ എനിക്ക് വിസ കിട്ടി. 1 വീക്കിനുള്ളിലാണ് എനിക്ക് വിസ കിട്ടിയത്. ഇപ്പോൾ March 25 ഞാൻ ജർമ്മനിയിലേക്ക് പോവാണ്. പിന്നെ എനിക്ക് അടുത്ത സെക്ഷൻ ഒന്നും എനിക്ക് അക്കോമഡേഷൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുക അക്കോമഡേഷൻ റെഡി ആവാൻ വേണ്ടി. എല്ലാ ദിവസവും കാലത്ത് എണീറ്റിരുന്ന് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിക്കും. അക്കോമഡേഷൻ ആവാതിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അക്കോമഡേഷനായി, കൂടെയുള്ളവർക്കൊക്കെ നേരത്തെ അവർ പ്രിപ്പയർ ചെയ്തു. കാരണം അവർക്ക് ഉറപ്പായിരുന്നു വിസ കിട്ടുമെന്ന്. എനിക്ക് എൻ്റെ കൺസിഡറേഷനിൽ കിടക്കുന്ന കാരണം എനിക്ക് ഉറപ്പില്ല എൻ്റെ വിസ കിട്ടുമോ ഇല്ലയെന്ന്. അതുകൊണ്ട് നമ്മൾ കൺഫേംഡ് ആയിട്ട് ഒരു അക്കോമഡേഷൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അക്കോമഡേഷൻ കിട്ടുമോ എന്നുള്ളൊരു പേടി തന്നെയായിരുന്നു. 1 വീക്കായി, ഇന്ന് നമുക്ക് കുറച്ച് ഡേയ്സും കൂടി ഉള്ളൂ. ഇന്നലെ എനിക്ക് ഫൈനൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ആർക്കും കിട്ടാത്തതാണ് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ. എനിക്ക് ഇന്നലെ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ഇമെയിൽ വന്നു, യു ഹാവ് കൺഫേംഡ് യുവർ അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇമെയിൽ വന്നു. എൻ്റെ കോൺട്രാക്റ്റ് ഞാൻ സൈൻ ചെയ്തു. എൻ്റെ അക്കോമഡേഷൻ ഇപ്പോൾ എനിക്ക് അവിടെ സ്റ്റേബിളാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു 2019. ഞങ്ങൾക്ക് ഒരുപാട് ലേറ്റായിട്ടാണ് കുട്ടികളുണ്ടായത്. 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് കുട്ടികളുണ്ടായത്. അന്നൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ഉടമ്പടി തൈലം വയറ്റിൽ വെച്ചിട്ട് കുരിശ് വരയ്ക്കും, എന്നും കുരിശ് വരയ്ക്കും. അങ്ങനെ ഞാൻ കൺസീവായി. പിന്നെ എല്ലാ സ്കാനിങ്ങിനും ഞങ്ങൾ ഉടമ്പടി തൈലം യൂസ് ചെയ്യും. എല്ലാ സ്കാനിങ്ങിൽ പോകുമ്പോൾ കാശുരൂപം തൈലം യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ സ്കാനിങ്ങിന് കയറുന്നത്. ഒരു കുഴപ്പമില്ലാതെ ഒരു കുട്ടീനെ ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ അവന് 1 ഇയർ ആയി, 1 വയസ്സാണ് ഈ ഏപ്രിലിൽ. അപ്പോൾ അത് ഇത്രയും വലിയ സാക്ഷ്യം തന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി. പിന്നെ നമ്മൾ കാരുണ്യ പ്രവൃത്തികളായിട്ട് പറഞ്ഞ് മോസ്റ്റ്ലി എല്ലാ വെനസ്ഡേയ്സും ഞങ്ങൾ ഫുഡ് കൊടുക്കും. ഇങ്ങനെ ബസ് സ്റ്റോപ്പിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കും, പാർസലും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ട് അമ്മ കൃപാസന മാതാവിൻ്റെ, അത് ഞങ്ങൾ എല്ലാ ഗ്രൂപ്പുകളും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കും.
പിന്നെ ചെറിയ എമൗണ്ടിൽ ഞങ്ങൾ കാശ് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യും. പിന്നെ ഇവിടുന്ന് എപ്പോൾ വന്നാലും ഇവിടുന്ന് പത്രം മേടിച്ചിട്ട് ഞങ്ങൾ എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് അറിയാവുന്ന വീടുകളിൽ കൊടുക്കും. പോകുന്ന വഴിയിലൊക്കെ എല്ലാവർക്കും കൊടുക്കും. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 21-ാം അധ്യായത്തിൽ 4-ാം തിരുവചനം അരുളി ചെയ്യുന്നു. 4 മുതലുള്ള തിരുവചനങ്ങളിൽ ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറയുന്നു. ഈശോ പറയുന്നു, വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. പിന്നീട് അവർക്ക് കിട്ടിയ മത്സ്യത്തിൻ്റെ പെരുപ്പവും എങ്ങനെ പിന്നീട് ഈശോ അവരെ തീറ്റിപ്പോറ്റുന്നു. അതായത് അവർ പിടിക്കാത്ത മത്സ്യം അവർക്ക് വേണ്ടി പൊരിച്ചു വെച്ച് കാത്തിരിക്കുന്ന ഒരു കർത്താവിനെയാണ് പിന്നീട് നാം കാണുക. 10 വർഷമായി ആതിര ശ്രമിക്കുകയാണ് തൻ്റെ മാസ്റ്റേഴ്സ് എടുക്കുവാനായിട്ട് ജർമ്മനിയിൽ. എന്നാൽ തനിക്കത് സാധിച്ചില്ല. പല കാരണങ്ങളുണ്ട് അത് സാധിക്കാത്തതിന്. വർഷങ്ങൾ കടന്നു പോകുന്നു, തനിക്ക് ഏജ് ഓവറാകുന്നു, ഗ്യാപ്പ് ഒത്തിരി വരുന്നു. ഇന്ന് ഫ്രഷേഴ്സിന് ഒത്തിരിയേറെ സാഹചര്യങ്ങൾ കിട്ടുന്ന, അവർക്ക് പോലും സാഹചര്യങ്ങൾ ചിലപ്പോഴെങ്കിലും തടസ്സമാകുമ്പോഴാണ് 10 വർഷത്തെ ഗ്യാപ്പുള്ള ഒരു വ്യക്തിയെ പിന്നീട് മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് സെലക്ഷൻ കിട്ടുന്നത് നാം കേൾക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഭാരലഘുത്വം, സമയച്ചുരുക്കം, ഇതൊക്കെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് നാം കാണുന്നത്. അതായത് ഉടമ്പടിയിലൂടെ മാത്രം കിട്ടുന്ന കാര്യങ്ങൾ, ഉടമ്പടിക്ക് മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് ഈ റിസർവേഷൻ നടക്കുന്നത്? ഉടമ്പടിക്ക് മാത്രം. മറ്റുള്ള പ്രാർത്ഥനാ രീതികൾക്കൊന്നും സാധിക്കാത്തത് എന്തുകൊണ്ട് ഉടമ്പടിയിൽ നടക്കുന്നു? അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ മകൾ ഇവിടെ പറഞ്ഞു, തൻ്റെ അഡ്മിഷൻ, അതായത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് റേസിങ്, ഫണ്ട് ഉണ്ടാക്കുന്നത് തന്നെ ബുദ്ധിമുട്ടിയാണ്. പിന്നീട് അതൊന്ന് ഫണ്ട് അയച്ചു കൊടുത്തിട്ട് അത് തങ്ങൾക്ക് അയക്കാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ എങ്ങനെയാണ് അത് നിരസിക്കുന്നത്, അതായത് തിരസ്കരിക്കപ്പെടുകയാണ്. തങ്ങൾക്ക് ആ സമയത്തിന് ഫണ്ട് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. 3 മണി എന്ന് പറയുന്നത് 4 മണിയാകുന്നു. പിറ്റേ ദിവസമാണെങ്കിൽ ഹോളിഡേ. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല തങ്ങളുടെ കയ്യിൽ, നമുക്ക് മെറിറ്റൊന്നുമില്ല. ഇവിടെയാണ് കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ വല്ലതുമുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചുകൊണ്ട് കർത്താവ് അക്കരെ നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വശത്ത് ദൈവം നിന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ഇതുവരെയും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഉടമ്പടി ജീവിതം പിന്നീട് തുറന്നു കാണിക്കുന്ന ഒരു പുസ്തകം പോലെ ജീവിക്കുമ്പോഴാണ് ഇതുപോലെ വന്നതെന്ന് സാക്ഷ്യം പറയാനാവുക. അതായത് പിന്നീട് തൻ്റെ ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് തനിക്കവിടെ വഴിയടഞ്ഞവൻ്റെ ജീവിതത്തിൽ തെളിയുന്ന പുതിയ വഴികളായിട്ട് ഉടമ്പടി തെളിയുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ തനിക്ക് ഇതൊന്നും ലഭ്യമാകാൻ സാധ്യതയില്ലായിരുന്നു. അതുപോലെ അക്കോമഡേഷൻ്റെ കാര്യം യാതൊരു ചാൻസും ഇല്ല. പിന്നീട് തനിക്കതും വളരെ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്കതും ഈസി ആയിട്ട് നടന്നു എന്നുള്ളത് തന്നെയാണ് ആതിര പറയുക. അങ്ങനെ കൃപയ്ക്ക് മേൽ കൃപ പ്രദാനം ചെയ്ത് നമ്മെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തിന് നമുക്ക് നന്ദിയുള്ളവരാകാം. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.